നിങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നില്ല എന്ന്. ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തികൾ എന്റെ മുമ്പിൽ വരെ സഹായം അഭ്യർത്ഥിച്ചോളൂ. രേണുസുതി ഇന്ന് വരെ എന്നോട് ആ വ്യക്തിയുടെ പേര് പറയത്തില്ല, കാരണം ഞാൻ കേസ് കൊടുക്കുമെന്നറിയാം. രേണു കാരണം ഇപ്പൊ എല്ലാരും ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ അങ്ങ് നിർത്തുവാണല്ലോ. സോറി, രേണു അല്ല, രേഷ്മ തങ്കച്ചൻ. അവർക്ക് വീട് വെച്ച് കൊടുത്ത ഫിറോസ് എന്ന വ്യക്തി പറഞ്ഞു, ഇനി ഒരു ചാരിറ്റി പ്രവർത്തനം, ഇനി ഒരു വീട് വെച്ച് കൊടുക്കലോ ഒന്നും ഞാൻ ചെയ്യത്തില്ലെന്ന്. ഇപ്പോഴാണ്ട് രേണുവിന് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് വന്നിട്ട് പറയുന്നു, ഇനി ഒരു സെലിബ്രിറ്റിയും ഇനി എന്നെ അപ്രോച്ച് ചെയ്യേണ്ട, ഇതുപോലൊരു സഹായമൊന്നും ഇനി ഞാൻ ചെയ്യത്തില്ലെന്ന്. ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ് രേണുസുതി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പോൾ ഈ ബിഷപ്പ് പറയുന്ന പല കാര്യങ്ങളും പുറത്തു വരുന്നതോടുകൂടി എല്ലാവരും ഭയങ്കര അതിശയത്തോടെയാണ് കാണുന്നത്. വീട് ചോരുന്നു എന്ന് പറഞ്ഞ സംഭവം സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നാണ് ബിഷപ്പ് പറയുന്നത്. ഇതിനെന്താണ് നമ്മൾ പറയേണ്ടത്? വന്ന വഴി മറന്നുപോയി എന്ന് പറയും. ചിലർ പറയും അരിയിൽ നിന്ന് ആശാരിച്ചിനെ കഴിച്ചു പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായി. ഇവർ ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സിനെയായിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. രേണു എന്ത് പറഞ്ഞാലും യൂട്യൂബേഴ്സ് എടുത്തിട്ടാണ് ആവശ്യമില്ലാത്ത തരത്തിൽ ഇത് സംസാരിച്ച് വഷളാക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ പ്രമുഖ വ്യക്തികളായ ആൾക്കാരൊക്കെ വന്നെന്ന് പറയുമ്പോൾ ഇനി രേണുവിന് എന്താണ് പറയാനുള്ളത്? ഈ യൂട്യൂബേഴ്സിന്റെ കുറ്റം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇപ്പൊ നമ്മളിടുന്ന വീഡിയോയ്ക്കാണെങ്കിൽ ഒരുപാട് കമന്റ് കണ്ടു. വെറുതെ കിട്ടി പഠിച്ചത് കൊണ്ട് പിന്നെ കിട്ടണം എന്നുള്ളൊരു ചിന്തയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ആ ബിഷപ്പിനൊക്കെ കലിയൊരു ഭ്രാന്തളവാണ്. പുള്ളിക്കാരുടെ പേരൊക്കെ ഈ പുള്ളിക്കാരി അങ്ങ് വലിച്ചഴിച്ചു ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ. അതുകൊണ്ടാണ് ഈ കാര്യത്തിലൊന്നും ഇടപെടാതിരുന്ന ഈ ബിഷപ്പിന് പോലും ഇപ്പൊ പ്രതികരിക്കേണ്ടതായിട്ട് വന്നത്. ഇപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ. നിങ്ങൾ അപ്പനും മോളും എന്ത് ഭാവിച്ചുകൊണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നതെന്ന്. നിങ്ങൾ ഒരാൾക്കെതിരെ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്ത ഒരാൾക്കെതിരെ നിങ്ങൾ തിരിയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും സംസാരിക്കണ്ടേ? ഈ ബിഷപ്പ് പറയുന്ന കുറച്ച് കാര്യം ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നി. അവർ വീട്ടിൽ ചോർച്ച ഉണ്ടെങ്കിൽ അത് യൂട്യൂബേഴ്സിനെ അല്ല അറിയിക്കേണ്ടത്, പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ല ഇത് പറയേണ്ടത്. ഞാനതിനെ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ വീട് ബിൽഡ് ചെയ്ത ബിൽഡറിനോട് പറയാം, അല്ലെങ്കിൽ ഈ വാർഡിൽ വാർഡ് മെമ്പറുണ്ട്, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ 24 ചാനലിലെ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠൻ നായരാണ് വീടിന് ശിലാസ്ഥാപനം ചെയ്തത്. അദ്ദേഹം ഇതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് 7 സെന്റ് സ്ഥലം കണ്ണായ സ്ഥലത്ത് എൻ്റെ പുരയിടത്തിൽ ഏറ്റവും വില കൂടിയ ഏറ്റവും മനോഹരമായിട്ടുള്ള 7 സെന്റ് സ്ഥലം ആ കുഞ്ഞുങ്ങൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തതിന്റെ കാരണം ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ 24ന്റെ MD എന്നോട് ഡയറക്റ്റ് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഞാനത് കൊടുത്തത്. അദ്ദേഹത്തോട് പറയാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറെ പേര് ഇതിനകത്ത് ഇറങ്ങി തിരിച്ച കുറെ ആൾക്കാരെ കരിവാരി പുരട്ടുവാൻ തക്കവണ്ണം രേണുസുതി എന്ന പ്രിയപ്പെട്ട സഹോദരി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളുക തന്നെ വേണം, നുള്ളിയേ പറ്റത്തുള്ളൂ. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറഞ്ഞു. അപ്പൊ രേണു വിചാരിച്ചു ഞാൻ കുറച്ച് ഫെയിം ആയല്ലോ, ഇനി എനിക്ക് എന്ത് വേണേലും ആകാം, ഞാൻ എന്ത് പറഞ്ഞാലും ചാനലുകാരൊക്കെ അത് എടുത്തിട്ട് അങ്ങോട്ട് ആഘോഷിച്ചോളും, ഓൺലൈൻ മീഡിയസിനോട് ഞാൻ എന്നാ പറഞ്ഞാലും അവരത് അങ്ങ് എടുത്ത് വൈറലാക്കിക്കോളും, അതോടുകൂടി എന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായെന്ന് രേണു വിചാരിച്ചോ. പഴഞ്ചൊല്ലി പറയത്തില്ലേ, ഇരിക്കും കൊമ്പ് വെട്ടരുത്, ഇരുന്നിട്ടേ കാല് നീട്ടാവൂ എന്നൊക്കെ. ഇരുന്നിട്ടേ കാല് നീട്ടാവും, ഇല്ലേ വീഴും. ഇരുന്ന കൊമ്പ് വെട്ടിക്കഴിഞ്ഞാൽ താഴെ കിടക്കും എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ നമ്മളതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പോകണ്ടേ? നമുക്ക് വേണ്ടി ഉപകാരം ചെയ്ത ഒരു മനുഷ്യരെ മറന്നും കൊണ്ട് എത്രയോ പേര് ചേർന്നിട്ട് ചെയ്ത ഉപകാരം നിങ്ങൾ വന്ന വഴി മറന്നു പോയവരാണെന്ന് ആരാധകരെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചു. നിങ്ങളുടെ നാവിന്റെ പിഴ കൊണ്ടാണ്. പിഴയല്ല, ഇത് നിങ്ങൾ അറിഞ്ഞോണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് നമ്മൾ എന്തിനാ ചെലവ് കൊടുക്കുന്നത്? ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ഒരു യൂട്യൂബർ ചോദിക്കുകയാണ് നിങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നില്ല എന്ന്. ഇന്നലെ ഒരു യൂട്യൂബർ ചോദിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞ വീട് ചോരുന്നുണ്ട്. അപ്പോഴേ ചോദിക്കുന്നത് ബെഡ്റൂം ചോരുന്നുണ്ടോ? സ്ക്രിപ്റ്റഡ് ആണ്, ഫുൾ സ്ക്രിപ്റ്റഡ് ആണ്. ഫുൾ സ്ക്രിപ്റ്റഡ് തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം സ്ക്രിപ്റ്റഡ് ആണ്. മാധ്യമങ്ങൾ ഇപ്പൊ ഫാദറിന്റെ സമാധാനം ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ മാനസികമായിട്ട് വളരെ ഡൗൺ ആണ്. ഇപ്പോ ഞാനൊരു നന്മ ചെയ്തിട്ട് എനിക്ക് മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടി ചെയ്ത എനിക്കിപ്പോ മനസ്സിന് ഭയങ്കരമായി തകർന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും അതുകൊണ്ട് ഇങ്ങനെ ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തികൾ ദയവ് ചെയ്ത റെക്കമെൻഡേഷനുമായിട്ട് എന്റെ മുമ്പിൽ വരെ സഹായം അഭ്യർത്ഥിച്ചോളൂ. ഇനി ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ചെയ്യുകയില്ല. ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു അവശതയോ പ്രയാസമോ ഉണ്ടെങ്കിൽ എന്റെ ഫാമിലിയിൽ നിന്നോ ഒരിക്കൽ പോലും ഞാൻ സഹായം ചെയ്യാൻ ഭയമാണ്, പേടി, ഭയങ്കര പേടിയാണ്. കാരണം എന്നെ സൈബർ ബുള്ളി എന്റെ ഒരു വാർത്ത കാണുമ്പോൾ ആൾക്കാരുടനെ ശ്രദ്ധിക്കപ്പെടും. അതിനുവേണ്ടി അന്ന് ആ ചോദ്യം ചോദിച്ചു, ഫാദർ നിങ്ങളെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നില്ലേ ചോദിച്ചു. അതും ഒരു സ്ക്രിപ്റ്റഡ് ആണെന്ന് 100% സ്ക്രിപ്റ്റഡ് ആണ്. അതിനിപ്പോ പറയുമ്പോൾ രേണുസുതിക്ക് വേദന വരും. ഈ വ്യക്തിയെ ഞാൻ അന്വേഷിച്ചു. രേണുസുതി ഇന്ന് വരെ എന്നോട് ആ വ്യക്തിയുടെ പേര് പറയത്തില്ല, കാരണം ഞാൻ കേസ് കൊടുക്കുമെന്നറിയാം. രേണുസുതിയെ പബ്ലിക് സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി രേണുസുതി കാരണം കോടതി കയറുവാണ്. രേണുസുതിയെ പബ്ലിക്കിൽ ഉണ്ടാകുന്ന ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കുറയുമെന്നുള്ളത് രേണുസുതിക്ക് നല്ലതുപോലെ അറിയാം. അവിടെ എന്ത് ചെയ്തു? രേണുസുതി എന്ത് ചെയ്യത്തില്ല, ആളുടെ പേര് എന്നോട് പറഞ്ഞിട്ടില്ല. രേണുസുതി അറിയത്തില്ലെന്നാ പറഞ്ഞേ. രേണുസുതി എല്ലാ കാര്യത്തിനും അറിയാം. രേണുസുതിക്ക് എല്ലാ കാര്യവും അറിയാം. പക്ഷെ അവരുടെ നിലനിൽപ്പ് നോക്കിയേ ചെയ്യത്തുള്ളൂ. പക്ഷെ അത് മുന്നോട്ട് അധികം നാൾ നിൽക്കത്തില്ല. ഇവര് പറഞ്ഞു കൊടുത്തിട്ട് ചോദ്യം ചോദിക്കുന്നത്, ഇവര് പറഞ്ഞു കൊടുത്ത് തന്നെ ചോദ്യം ചോദിച്ചതാ. അങ്ങനെ എനിക്കുണ്ട്. ഞാനിപ്പോ അതിന് അങ്ങോട്ട് വേണം. നിങ്ങൾ ഇപ്പൊ ബിഗ് ബോസിലേക്ക് അവർ പോവുകയാണ്. ഇതുകൊണ്ട് ഞാൻ അടക്കമുള്ളവർ അവർക്ക് എഗനസ്റ്റ് ആയി കഴിഞ്ഞു. തീർന്നോ? മനസ്സിലായോ? ഇനി അവരെത്ര അതിൻ്റെ അകത്ത് പോയി കളിക്കുമെങ്കിലും
രേണുസുധിയുടെ 2 മുഖം ജനം കണ്ടു കഴിഞ്ഞു. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ 2 മുഖം ഉണ്ട് അവർക്ക്. മനസ്സിലാകുന്നുണ്ടോ? എന്റെ ഒറിജിനൽ മുഖമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് വിഷമമുള്ളതുകൊണ്ടാണ് സംസാരിക്കുന്നത്. രേണുസുധിക്ക് ഡബിൾ ഫേസ് ആണെന്നുള്ള തെളിവാണ്. എന്നെ ക്രൂശിച്ച സമയത്ത് ആ വ്യക്തി എനിക്കിപ്പോ പ്രിൻസിയുടെ മുഖം ഓർമ്മയുണ്ടല്ലോ. പ്രിൻസി എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പ്രിൻസിയുടെ ക്വസ്റ്റ്യൻ എന്റെ റെക്കോർഡല്ലേ. അപ്പൊ അവരോട് ചോദ്യം ചോദിച്ച ആളിനെ അവർക്ക് അറിയത്തില്ലെന്ന് അവരോട് ഒന്ന് പറഞ്ഞു. എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ആരാണ് അറിയത്തില്ലെന്നാ പറഞ്ഞത്? പുള്ളിക്കാരത്തിക്ക് നിലനിൽപ്പ് നോക്കാൻ അറിയാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പുള്ളിക്കാരത്തി രക്ഷപ്പെടത്തില്ല. സീരിയസ്ലി ഞാൻ പറയുക, രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ കാര്യത്തില്. ഇതിനകത്ത് പുള്ളിക്കാരത്തി ശരിക്കും നമ്മൾ പറയട്ടെ, നമ്മൾ ഒരു നന്മ ചെയ്ത ഒരാളെ ക്രൂശിക്കുന്നത് ഭയങ്കര തെറ്റ് തന്നെ. ഇപ്പൊ രേണുസുധി സോഷ്യൽ എന്റെ ലാസ്റ്റ് ഇന്റർവ്യൂ ആയിക്കൊള്ളട്ടെ, ഇത്രയും വേദനിപ്പിച്ചൊരു കാര്യം എന്തായാലും, ഇത്രയും വേദനിപ്പിച്ച കാര്യം എന്നെ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളി ചെയ്യാൻ ഈ സ്ത്രീ ഇട്ടുകൊടുത്തു. എന്നിട്ട് രേണു പറയാണ് രേണുവിനെ മാർക്കറ്റിംഗ് ചെയ്യുവാണെന്ന്. രേണുസുധീനെ മാർക്കറ്റിംഗ് ചെയ്യുവാണ് എല്ലാവരും ചേർന്നെന്ന്. മമ്മൂട്ടി സാറോ ബഹുമാനപ്പെട്ട മോഹൻലാൽ സാറോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്റ്റാർഡമുള്ള ആക്ടർമാരോ ആക്ട്രസ് ആയിട്ടുള്ള എല്ലാ സിനിമയിലോ എനിക്ക് എല്ലാവരും പേരറിയാം. അതുകൊണ്ട് പറയാം, നല്ല ഒരു സിനിമാ നടി ഇവിടെ എന്റെ പറമ്പിന് അടുത്ത് എന്റെ കുടുംബ പ്രോപ്പർട്ടിക്കകത്ത് താമസിക്കുന്നുവെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു ചോദിക്കും, ഫാദർ നമ്മുടെ ഇന്ന ആളുടെ മമ്മൂട്ടി സാറിന്റെ വീടിന് അടുത്തുള്ള പ്ലോട്ട് എനിക്ക് തരണേ, നല്ല വില തരാം. അവരോട് റിക്വസ്റ്റ് ആണ്. അദ്ദേഹത്തോടുള്ള ആരാധനയാണ്. രേണുസുധിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും? ഇത് കൊടുക്കണം, വാർത്തയിൽ കൊടുക്കണം. ഇത് രേണുസുധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരാറില്ല. രേണുസുധി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഇപ്പൊ രേണുസുധിയുടെ പേര് വെച്ചിട്ട് വീഡിയോ ഇടുന്നു, എല്ലാവരും രേണുസുധിയുടെ പേര് വെച്ചിട്ട് പല ബിസിനസ് നടത്തുന്നു, വലിയ വലിയ സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവരും രേണുവിന്റെ പേര് ഉപയോഗിക്കുന്നു, മിസ്യൂസ് ചെയ്യുന്നു എന്നാണ് രേണു പറയുന്നത്. അപ്പൊ അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവരെല്ലാം മമ്മൂട്ടിയോ മോഹൻലാലോ വല്ല സിനിമയിൽ അറിയപ്പെടുന്ന വലിയ നടനോ നടിയാണോ അവരുടെ വീടിനടുത്തുകൊണ്ട് വേറെ ആൾക്കാർ സ്ഥലം മേടിച്ച് താമസിക്കാൻ, ആരാധന മൂത്ത് സ്ഥലം മേടിച്ച് താമസിക്കാൻ, അങ്ങനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഈ രേണുസുധി ആരാന്നാണ് ചോദിക്കുന്നത്. എന്തായാലും കൊള്ളാം, ബിഷപ്പ് വരെ അറിഞ്ഞു രേണുസുധി ബിഗ് ബോസിലോട്ട് പോവുകയാണെന്ന്. ഇനി ബിഗ് ബോസിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്നാണ് ബിഷപ്പ് പറയുന്നത്. കാരണം ഓൾറെഡി രേണുവിന്റെ എല്ലാ മുഖവും നാട്ടുകാർ കണ്ടു. ഇനി അവിടെ പോയി ഇനി എന്ത് കാണിക്കാനാണ്? ഇനി എല്ലാ ഫേസും എല്ലാവരും കണ്ടല്ലോ. അവിടെ പോയിട്ട് ഇനി ഒരു ഫേസ് ഇനി പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പോയിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത്. ഇതിൽ പറയും കോമഡി എന്നാ ഉണ്ട് രേണു, എന്ത് പറയാനാന്ന് പറയാം. നിങ്ങളുടെ നാക്ക് കൊണ്ട് നിങ്ങൾ വളച്ച് നിങ്ങൾ എന്തൊക്കെയോ നേടാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ നേടി എന്ന് വിചാരിച്ച് ചെയ്തതൊക്കെ നിങ്ങൾക്കെതിരെ വിനയായി തീർന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ഉടനെ കാണാം. ബൈ.